22 വർഷം മുമ്പ് ഹെലികോപ്റ്റർ തകർന്ന നടി സൗന്ദര്യ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസിൽ പരാതി. നടൻ മോഹൻ ബാബുവിനെതിരെയാണ് കമ്മം സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാൾ പോലീസിൽ പരാതി നൽകിയത്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചേരുന്നു. ശ്രീനാഥ്, ഒരു വലിയൊരു കോൺട്രവേഴ്സിക്ക് ഒരു തുടക്കമാകുന്നു. അതും 1-2 വർഷങ്ങൾക്ക് ശേഷം മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് അത് കൊലപാതകമെന്ന് ആരോപിച്ച് ഒരു പരാതി നൽകുന്നു. പരാതിക്കാരന്റെ പശ്ചാത്തലം അതെന്താണ്? പരാതിയുടെ ആധാരം അതെന്തൊക്കെയാണ്? വിവരങ്ങൾ. സുഹൈൽ, 2004 ഏപ്രിൽ 17 സൗന്ദര്യ ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്ധ്രയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ അപകടമുണ്ടാകുന്നതും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. ഒപ്പം തന്നെ അവരോടൊപ്പം അന്ന് മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് ഉണ്ടായിരുന്നു, സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഉണ്ടായിരുന്നു, BJP പ്രവർത്തകനായ രാം കദം എന്നിവരാണ് ഈ അപകടത്തിൽ മരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം ഇതൊരു അപകടമല്ല, ഇതൊരു കൊലപാതകമായിരുന്നു എന്നതാണ്. ഏതെങ്കിലും തെളിവുകൾ യഥാർത്ഥത്തിൽ ഈ പരാതിയോടൊപ്പം കൃത്യമായി ഇല്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഏതായാലും ഖമ്മം ACPക്ക് മുന്നിലാണ് ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചിട്ടി മല്ലു എന്നൊരാളാണ് പരാതിക്കാരൻ. ഇയാൾ പറയുന്നത് ഈ സൗന്ദര്യയ്ക്ക് നടൻ മോഹൻ ബാബുവുമായി നേരത്തെ പലവട്ടം പല കാര്യങ്ങളിൽ തർക്കമുണ്ടായിരുന്നു. ഏറ്റവും രൂക്ഷമായ തർക്കമുണ്ടായിരുന്നത് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ജൽപ്പള്ളിയിലുള്ള 6 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം ഇരുവരും തമ്മിലുണ്ടായിരുന്നു. ഈ തർക്കങ്ങളെ തുടർന്നാണ് സൗന്ദര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനൊരു അപകടം അത് ഉണ്ടാക്കിയെടുത്തു എന്നതാണ് ആരോപണം. ഏതായാലും അയാൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഒരു അപേക്ഷ കൂടി ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ പെട്ടെന്നൊരു ആരോപണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ഉയർന്നു വന്നു എന്ന ചോദ്യം അവിടെയുണ്ട്. അവിടെയാണ് സമീപകാലത്ത് നടന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി ഇപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ നിറയുന്നത്. ഈ മോഹൻ ബാബു, നടനായ മോഹൻ ബാബുവും മകൻ മഞ്ജു മനോജും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളുമായി വലിയ തർക്കമുണ്ട്. അതും മറ്റൊരു ഭൂമി തർക്കമാണ്, അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഭൂമി തർക്കം. ഇതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായ വാർത്തയടക്കം ദൃശ്യങ്ങളടക്കം തെലുങ്ക് മാധ്യമങ്ങൾ പുറത്തുവിട്ടതൊക്കെയാണ്. അതുകൊണ്ട് സമീപകാലത്ത് മോഹൻ ബാബുവും മകനുമായി വലിയ തർക്കമുണ്ട്. ഇപ്പോൾ ഈ ആരോപണം ഉയരുന്നതിന് പിന്നിൽ ഈ തർക്കങ്ങളൊക്കെയാണ് എന്നൊരു വാദമാണ് മോഹൻ ബാബുവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും ഇതൊന്നും തെളിയിക്കാൻ തരത്തിലുള്ള തെളിവുകളോ ഒന്നും തന്നെ ഇപ്പോൾ എവിടെയുമില്ല. അതുകൊണ്ട് പോലീസ് ഇങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് അതിലൊരു അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതിയുമായി വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ചിട്ടി മല്ലു നൽകുന്നില്ല. പക്ഷേ ഈ സൗന്ദര്യവുമായി തർക്കമുണ്ടായിരുന്ന ആ ഭൂമി, അതായത് ഇപ്പോഴും തർക്കം നടക്കുന്ന ഭൂമി, അത് സർക്കാർ കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ ഈ അനാഥാലയം പോലെയുള്ള എന്തിനെങ്കിലും നൽകുകയോ വേണം എന്നൊരാവശ്യം കൂടി ഈ കത്തിനോടൊപ്പം ഉണ്ട് എന്നതാണ് സമീപകാലത്ത് വരുന്ന ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയാണോ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വന്നത് എന്നൊരു സംശയം ആളുകൾക്കിടയിൽ ഉയർത്തുന്നത്. സുഹൈൽ. ശരി, ശ്രീനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെയോ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പുതിയ ഗൂഢാലോചന സിദ്ധാന്തമാണോ? എന്തെങ്കിലും തെളിവുകളുണ്ടോ? നിസ്സാരമായ ഒരു ആരോപണം മാത്രമാണോ? എന്തായാലും സംഭവത്തിൽ പരാതി പോയിട്ടുണ്ട്. കേസെടുക്കണമെന്ന കാര്യം അത് പോലീസ് തീരുമാനിക്കും.